സർ, രാജ്യത്തും കേരളത്തിലും വയനാട്ടിലും ഏറ്റവും വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു വിഭാഗമാണ് ജൈൻ കമ്മ്യൂണിറ്റി. സർ, അതിൽപ്പെട്ട ദിഗംബര കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള ജൈന സമുദായം. ഒന്നാമത്തെ തീർത്ഥങ്കരനായ ആദി തീർത്ഥങ്കരൻ മുതൽ 24ാമത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരൻ വരെ നേതൃത്വം നൽകിയതും ആരാധിക്കുന്നതുമായിട്ടുള്ള ജൈനമതം ആരെയും വേദനിപ്പിക്കാതെയും അഹിംസ അടിസ്ഥാനപ്പെടുത്തിയും അഹിംസോ പരമധർമ്മ അതിൻ്റെ അടിത്തറയിൽ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന ആപ്തവാക്യത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് ഈ കമ്മ്യൂണിറ്റി. സർ, ഇവരിൽ 5000-ഓളം ആളുകൾ കേരളത്തിലുണ്ട്, 4000-ഓളം ആളുകൾ വയനാട്ടിലുണ്ട്. സൂക്ഷ്മ അതിസൂക്ഷ്മ മൈക്രോ മൈനോറിറ്റിയാണ് ഇവർ. സർ, ഇവരുടെ ജീവിത മേഖല കാർഷികവും ക്ഷീരമേഖലയുമാണ്. ഇതിൽ പകുതിയോളം പേർ കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാണ്. സർ, എല്ലാ സാമൂഹ്യ ഘടകങ്ങളും എന്ന പോലെ കുറച്ചുപേർ മാത്രമാണ് സാമ്പത്തിക സൗകര്യമുള്ളവർ, ബാക്കിയുള്ളവർ മുഴുവൻ പ്രയാസപ്പെടുന്നവർ ആണ്. സർ, ഈ കമ്മ്യൂണിറ്റിയുമായി വയനാടിൻ്റെ വികസന കാര്യത്തിൽ വയനാട്ടിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 1500 വർഷം പഴക്കമുള്ള ബത്തേരിയിലെ ക്ഷേത്രം ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട്. വയനാടിൻ്റെ വികസനത്തിൽ SKMJ ഹൈസ്കൂൾ, ITI, കോടതി, സിവിൽ സ്റ്റേഷൻ, ജനറൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള നിലവിൽ ഇടതുപക്ഷ സർക്കാർ അട്ടിമറിച്ചതായിരിക്കുന്ന 50 ഏക്കർ ഭൂമി മെഡിക്കൽ കോളേജിന് നൽകിയ കാര്യം ഉൾപ്പെടെ എല്ലാം ഇവരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വികസന പദ്ധതികളാണ്. സർ, ഈ വിഭാഗത്തിന്റെ ഏറിയ പങ്ക് ജനങ്ങളുടെയും വികാസത്തിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അന്വേഷണങ്ങൾ അത് ന്യൂനപക്ഷ കമ്മീഷനിലും അതുപോലെ കീർത്താഡ്സിലും ഒക്കെ കിടന്ന് ഇഴയാണ്. സർ, അവരുടെ കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള സ്കോളർഷിപ്പ്, അവരുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്കോളർഷിപ്പ്, ജോലിയിലും മറ്റു കാര്യങ്ങളിലുമുള്ള പ്രത്യേകമായിട്ടുള്ള പരിഗണന കിട്ടേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ 2019 മുതൽ കിർത്താഡ്സിൽ അത് ഒന്നുമാകാതെ കിടക്കുകയാണ്. ഈ അവസാനത്തെ സിറ്റിങ്ങിലും പോയപ്പോൾ അവരോട് പറയുന്നത് അവർക്ക് TA കിട്ടുന്നില്ല, അവർക്ക് വാഹനമില്ല, അവർക്ക് DA ഇല്ല, അവർക്ക് സൗകര്യങ്ങളില്ല, അതൊക്കെ റെഡിയാക്കി തന്നാൽ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്നുള്ള മറുപടി ഉൾപ്പെടെ ധിക്കാരപരമായി നടത്തുകയാണ്. സർ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ നടത്തി ഈ ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള വികസനപരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ നടത്തുന്ന വളരെ അതിസൂക്ഷ്മ മൈനോറിറ്റി ആയിട്ടുള്ള ജൈൻ കമ്മ്യൂണിറ്റിയുടെ, ദിഗംബര കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള ജൈൻ കമ്മ്യൂണിറ്റിയുടെ വികാസത്തിൽ, സാമൂഹ്യ വികാസത്തിന് ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. സർ, നിലവിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി, അതായത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് വളരെ സ്കാറ്റേഡായിട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ ജൈന വിഭാഗം എന്ന് പറയുന്നത്. പൊതുവെ ജനസംഖ്യ വളരെ കുറവാണ്. പരിശോധനയിൽ ഇവർ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം സംഭരണേതര വിഭാഗത്തിൻ്റെ പട്ടികയിലാണ് സാർ ഇപ്പോൾ നിലവിൽ അവർ ഉൾപ്പെട്ട് കിടക്കുന്നത്. ഒരു വിഭാഗത്തെ നമ്മുടെ സംഭരണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെങ്കിൽ അത് നിയമപരമായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. സാർ, ജൈനമതത്തിൽപ്പെട്ടവരെ സംസ്ഥാന പിന്നാക്ക വിഭാഗ പരിഗണിക്കണമെങ്കിൽ ഇവരുടെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവസ്ഥ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. സാർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ വിഭാഗത്തെ ഈ സംഭരണ പട്ടികയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദിവംഗര വിഭാഗത്തെ സംസ്ഥാന പിന്നാക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ പരിശോധിച്ചു വരികയാണ്. സർ, ഈ വിഷയത്തിന്മേൽ ആവശ്യമായ പഠനവും കമ്മീഷൻ നിലവിൽ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. കമ്മീഷൻ്റെ പഠന റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിച്ച് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും.